ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. ഡോക്ടർ ടി പ്രവീൺ മായിടവയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇതിൻ്റെ സജീവമായ എല്ലാ പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിക്കുന്നു. ക്രിസ്റ്റൽ ജയരാജ് അച്ഛൻ മഹേഡയുടെ ട്രഷറാണ്. അപ്പോൾ ടി പ്രവീൺ ജി ഇതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം ജസ്റ്റ് രണ്ടുപേർക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ദക്ഷിണ കേരള മഹായിടവക ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ എല്ലാ ഡിനോമിനേഷനുകളിലും, അതായത് RC ആവട്ടെ, LC ആവട്ടെ, ബന്ധക്കോസ്ത് ആവട്ടെ, എല്ലാ ഭാരതത്തിൻ്റെ എല്ലാ രൂപതകൾ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സഭകളും ഏറ്റവും കൂടുതലും ജനസംഖ്യയുള്ള ഒരു മഹാസഭയാണ് ദക്ഷിണ കേരള മഹായിടവക. തെക്കൻ കേരളത്തിൽ പാറശാല മുതൽ വിതിര, കഴക്കൂട്ടം, കാഞ്ഞിരംകുളം ഇങ്ങനെ ചുറ്റി തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെ 652 സഭയും ഏകദേശം 9,60,000 ജനസംഖ്യയുമുള്ള ഒരു മഹാസഭയാണ് ദക്ഷിണ കേരള മഹായിടവക. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം 17.5 ഏക്കറിലാണ് ദക്ഷിണ കേരള മഹായിടവകയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് അഭിമാനം എന്നോണം ഈ 17.5 ഏക്കർ സ്വത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഘോഷിപ്പിക്കപ്പെടുന്ന നാളുകളാണ് 21 ഡിസംബർ മുതൽ 1-ാം തീയതി വരെ ആചരിക്കപ്പെടുന്നത്, ആഘോഷിക്കപ്പെടുന്നത് എന്ന് വളരെ സന്തോഷത്തോടെ അറിയിച്ചുകൊള്ളട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി, ഓരോ ഭവനത്തിലും യേശുക്രിസ്തു പുതുതായി ജനിച്ച് ക്രിസ്മസ് എത്തിച്ചേരുവാനുള്ള പ്രഘോഷണം അറിയിക്കുക എന്ന ദൗത്യത്തോടൊപ്പം എല്ലാവരുടെയും ഒരു കൂടിവരവ്, മതസൗഹാർദ്ദ കൂടിവരവ് ഈ മഹായിടവക ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് എല്ലാ മതവിഭാഗങ്ങളുമായി ക്രൈസ്തവ സംഘടനയായ ആക്സോട് കൂടി ചേർന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തി സമർപ്പണത്തിൻ്റെ ഒരു മനോഭാവത്തോടുകൂടി, സ്നേഹത്തിൻ്റെ അർപ്പണത്തോടുകൂടി, അനുസരണയുടെ മനോഭാവം അറിയിക്കുന്നതിലേക്ക് വേണ്ടി, ക്രിസ്മസ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ദക്ഷിണ കേരള മഹായിടവയുടെ നേതൃത്വത്തിൽ ഇന്നാളുകളിൽ നടന്നു വരുന്നത്. അതിലേക്ക് വേണ്ടി തെക്കൻ കേരളത്തിലും എല്ലാ മതത്തിലുള്ളവരെയും ദക്ഷിണ കേരള മഹായിടവയിലേക്ക് ക്ഷണിച്ചു. രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ സഭയിലുമുള്ള 10 പേർക്ക്, ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10 പേർക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വിശക്കുന്നവൻ അന്നം എന്ന പദ്ധതി. അതിൻ്റെ ദർശനം ഇതാണ്: പണമില്ലാത്തതിൻ്റെ പേരിൽ വിശന്നിരിക്കുന്ന ഒരു കുടുംബം പോലും ഈ മഹാസഭയിൽ ഉണ്ടായിരിക്കരുത് എന്ന ദർശനം, ആഹ്വാനവും ഓരോ സഭകളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി ഇപ്പോൾ 12,000-ലധികം കിറ്റ് വിതരണം ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സഭകളിലും ഡിസ്ട്രിക്ട് സെൻ്ററിലും പോയി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോട് ചേർന്നാണ് നമ്മുടെ ഇന്ന് ഉദ്ഘാടനം നടക്കുന്ന വേദിയിലും എല്ലാ വിഭാഗം ജനങ്ങൾ പ്രതിനിധികളുണ്ട്. സഭ അംഗങ്ങൾക്ക് മാത്രമല്ല മറ്റിതര സമൂഹത്തിൽപ്പെട്ടവരെയും സഹായിക്കാറുണ്ട്. അതുപോലെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം 5000-ഓളം ഫാമിലിയെ സന്ധിക്കുന്നുണ്ട്. ഈ കാലയളവിൽ ധാരാളം ഈ ക്യാൻസർ പേഷ്യൻ്റ്, അതേപോലെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഭാരപ്പെടുന്ന, ജോലിക്ക് പോകാൻ കഴിയുക, അപകടപ്പെട്ട് കഴിയുന്ന, അപ്പോൾ അവരെയൊക്കെ സഹായിക്കുന്ന പദ്ധതികളും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സപ്തപദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലും പരമാവധി സഹായം പരിഗണന അർഹിക്കുന്നവർക്ക് എത്തിക്കുക എന്നതാണ് സഭയുടെ ലക്ഷ്യം. ആ ഒരു വലിയ ദൗത്യമാണ് കഴിഞ്ഞ 4 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രൈസ്തവ സഭകളെല്ലാം പരിശോധിച്ചാൽ, സത്യം പറഞ്ഞാൽ മീഡിയാസൊക്കെ നമ്മൾ മാറ്റി നിർത്തിയതുകൊണ്ടാവാം, ക്രൈസ്തവ സഭകൾ മൊത്തം പരിശോധിച്ചാൽ ക്രിസ്തു ദൗത്യീകരണ പൂർത്തീകരണ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ സഭയാണ് ദക്ഷിണ കേരള മഹായിടവക. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളായ സ്ത്രീകൾക്ക് പുതുതായി ഭവനം പണിത് കൊടുക്കുക. ഇപ്പോൾ 2026-ൽ 18 ഭവനങ്ങളാണ് പുതുതായി പണിത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്, പണിത് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2023-ൽ 9 പുതിയ ഭവനങ്ങൾ വിധവകൾക്ക് പണിത് കൊടുത്തു കഴിഞ്ഞു. പിന്നെ നിരന്തരമായി കിടക്കയിലായിരിക്കുന്നവർക്ക് ആർദ്രം എന്ന പദ്ധതിയിലൂടെ മാസം 1,500 രൂപ വെച്ച് പെൻഷൻ എത്തിക്കുകയാണ്. ഏകദേശം 200-ഓളം കുടുംബങ്ങൾക്ക് അത് സാന്ത്വനമേകുകയാണ്. അങ്ങനെ സർവ്വ മേഖലയിലും, സമസ്ത മേഖലയിലും
സമ്പൂർണ്ണ സമഗ്ര വികസനവും ആഗ്രഹവുമായാണ് പ്രവർത്തനവുമായാണ് ഈ സഭാ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പ്രോഗ്രാമിന്റെ ആണോ ഈ അന്നം പറ്റുന്നതിടെയാണോ സാർ ചോദിക്കുന്നത്? ഇതിന് ചാരിറ്റി ആഗ്രഹിക്കുന്ന ഒട്ടനവധി ജനങ്ങൾ നമ്മുടെ മഹായിടവകയിൽ തന്നെ ഉണ്ട്. അവരുടെ സഹായ സഹകരണത്തോടുകൂടെ ആവശ്യമനുസരിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതിനെ ഒത്തൊരുമിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടന്നു വരുന്നത്. സഭയ്ക്കില്ല, നമ്മളെ ഭരണഘടന വെച്ച് അത് പറ്റത്തില്ല. നിരന്തരമായി വിധവകളായി രോഗികളായ മക്കളെയും പേറുന്നവർക്ക് അവരുടെ സാഹചര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം അവരെ സഹായിക്കുക എന്ന പദ്ധതിയാണ് മഹായിടവകയായി ചെയ്തു വരുന്നത്. ഇല്ല, കാരണം മഹായിടവക ഈ 650 സഭയിലും ഇന്നും നോക്കുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സ്വീകരിക്കുമ്പോൾ ഏകദേശം 200ഓളം ആപ്ലിക്കേഷനിൽ നിന്നാണ് നമ്മൾ 18 പേരെ അതിന് ഉചിതമായൊരു തിരഞ്ഞെടുക്കുന്നത്. അതിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാർ അതിനെ ചെന്ന് വെരിഫൈ ചെയ്ത്, ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറിമാർ വെരിഫൈ ചെയ്ത്, പിന്നെ അത് ഈ ഭവനങ്ങൾ പണിയുന്നതെല്ലാം എൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള മിഖായൽ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ വൈഫും കൂടെ അത് ചെന്ന് പരിശോധിച്ചതിന് ശേഷം ഈ ഭവനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ് പതിവ്. നേതൃത്വം മനസ്സിലാക്കിയാൽ, ഉചിതമെന്ന് തോന്നിയാൽ ഇപ്പം ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുക, വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, പിന്നെ ചികിത്സ നിഷേധിക്കപ്പെട്ടവർക്ക് ചികിത്സ കൊടുക്കുക, ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുക, ഇതിന് മുൻഗണന കൊടുത്താണ് ഈ സഭാ നേതൃത്വം പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ മാറ്റമില്ലാത്ത വചനം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.